1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഹായ്, ഹലോ, നമസ്കാരം. വെക്കേഷൻ 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 ഐ ലൈക്ക് വെക്കേഷൻ, ബട്ട് വേനൽ ചൂട് സ്പോയിൽ മൈ വെക്കേഷൻ. അങ്ങനെ കുറച്ച് ചൂടൻ വെക്കേഷൻ കഥകളും ഞങ്ങൾ കുട്ടികളുടെ കുറച്ച് പ്രശ്നങ്ങളും പറയാനായി അങ്ങ് വയനാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയ കാത്തിരുന്നിട്ട് പൊന്നുകാലം കനൽ കൊണ്ടെന്ന് പറയില്ലേ, അതേപോലെ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. ബിജങ്ങളെ ഈ പുറത്തിറങ്ങിയ പുറം പൊളുന്നൊരു സംഭവല്ലേ, അതിനെന്താന്ന് പറയാ? സൂര്യാഘാതം. ആ, സൂര്യാഘാതം. നിങ്ങൾക്കറിയോ, പുറത്തിറങ്ങിയ സൂര്യാഘാതം അല്ലെങ്കിൽ പിന്നെ പെരുമഴ. ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ടിവി കാണാന്ന് വിചാരിച്ചാ കരണ്ടും കാണത്തില്ല. കാരണം പുറത്ത് നല്ല പെരുമഴയാണേ. പോരാഞ്ഞിട്ടിപ്പോ ജോലി കഴിഞ്ഞു വരുന്ന അച്ഛൻ മിഠായും ബിസ്ക്കറ്റും ഗീവ് അവേ ഓഫർ പറഞ്ഞ് പുറം ചൊരയിക്കൽ ഒരു ഹോബിയാക്കി. പിന്നെ ഞങ്ങളുടെ ആകെ ഉണ്ടായ ഒരു പ്രതീക്ഷയായിരുന്നു സ്കൂൾ തുറക്കുമ്പോ പ്ലാൻ ചെയ്ത ടൂറ്. അതമ്മ ചെലവ് ചുരുക്കലിന്റെ ഭാഗമാക്കി എന്റെ വീടിന്റെ 5 അപ്പുറമുള്ള അമ്മമ്മേന്റെ വീട്ടിലേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോ അമ്മമ്മേന്റെ ഒരു ഡയലോഗ് ഉണ്ട്: കൊച്ചാകെ ക്ഷീണിച്ചു, കോലം കെട്ടു. നീ കൊച്ചിനൊന്നും കൊടുക്കാറില്ലേ, നോക്കിക്കേ അതിന്റെ കോലം. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേന്ന് എണീച്ച് കുളിച്ച് പല്ല് തേച്ച് ചായ കുടിച്ച് ഉച്ചത്തെ ഊണും കഴിഞ്ഞപ്പോ അമ്മമ്മേന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ടേ. എന്താന്നറിയോ? ഇപ്പൊ കൊച്ചൊരു കോലം വെച്ച്. എന്റെ പൊന്നങ്കിൾമാരെ, ഒരേ ഒരു ദിവസം കൊണ്ട് എനിക്ക് എന്തോന്ന് കോലം വെക്കാൻ. അങ്ങനെ ഒരാഴ്ച അവിടെ നിന്ന് ലൊക്കേഷൻ ചേഞ്ച്, നേരെ വീട്ടിലോട്ട്. അവിടെ ചെന്നപ്പോ അച്ഛമ്മേന്റെ ഒരു മനോഭാവം കാണണം. വേറൊന്നുമല്ല, മുൻപത്തെ പോലെ തന്നെ കൊച്ചാകെ ക്ഷീണിച്ചു, കോലം കിട്ടു. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ എന്തേലും ഒരു നല്ല കാര്യം ചെയ്ത് കയ്യടി മേടിക്കാണേ അച്ഛൻ്റെ അമ്മേന്റെ സ്വന്തം. മറിച്ച് കഷ്ടകാലത്തിന് എന്തേലും ഒരു കുരുത്തക്കേട് ചെയ്യില്ലേ, ആ സമയം അവർ തുടങ്ങിക്കോളും. നിന്റെ മോളല്ലേ, നിങ്ങളുടെ ഇവരുടെ ഇച്ചിരി നേരം ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പുറത്തു പോയി ഒരു കളി വീട് വെച്ച് കഞ്ഞിയും കറിയും വെച്ച് കളിക്കും. ആ സമയം എവിടുന്നേലും ഓടി വന്നോളും എന്റെ ചേട്ടൻ. തല മസാജ് ചെയ്താ, തല മസാജ് ചെയ്തതാ, തല മസാജ് ചെയ്തതാന്ന് പറഞ്ഞ് തല മസാജ് ചെയ്ത് കൊടുത്തില്ലേ, എന്താ ചെയ്യാന്നറിയോ? കഞ്ഞിയും കറിയും തട്ടി മത്സരം വീട് പൊട്ടിച്ചും കളയും. അങ്ങനെ ഒരു ഒറ്റ തൊട്ട എനിക്ക് ദേഷ്യം സങ്കടം അങ്ങ് കൂടും. അപ്പൊ എനിക്കൊരു കവിത ഓർമ്മ വരും. ബാലശാപം എന്നുള്ള കവിത എനിക്ക് ഓർമ്മ വരാറ്. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? എന്നാ കേട്ടോ. ഞാൻ കെട്ടിയ കളി വീടെന്നിടിച്ചു തകർത്തു നീ, ഞാൻ കൂട്ടിയ കഞ്ഞിയും കറിയും തൂകിയതെന്തിനു നീ, ഞാൻ വിട്ടൊരു കൊച്ചോടത്തിന് മുക്കിയതെന്തിനു നീ, ഞാൻ വിട്ടു പറത്തിയ പട്ടമറുത്തതും എന്തിനു നീ, ഞാൻ വിട്ടു പറത്തിയ പട്ടമറുത്തതും എന്തിനു നീ. ആ കവിത ഓർമ്മ വരാതെ. ഇവരൊക്കെ വെച്ച് നോക്കണേ, എന്റെ പപ്പ തന്നെ പാവം. എന്റെ അമ്മ ഉണ്ടല്ലോ, ഈ ഒരു 2 മാസം കൊണ്ട് എന്നെ അവിടൊക്കെ കൊണ്ടാക്കിയെന്ന് എനിക്കെന്നെ അറിയില്ല. ഡാൻസിന് കൊണ്ടാക്കി, പാട്ടിനും കൊണ്ടാക്കി, വയലിങ്ങിനും കൊണ്ടാക്കി. കൂടാണ്ട് 1 മുതൽ 10 വരെ തപ്പി പിടിച്ചെണ്ണുന്ന എന്നെ കൊണ്ട് അബാക്കസ് ക്ലാസ്സിനും കൂടെ അമ്മനെ ഡാൻസിന് കൊണ്ടാക്കി, പാട്ടിനും കൊണ്ടാക്കി. ഇതാണ്ടിപ്പോ സൂംബ ഡാൻസിന് കൂടെ കൊണ്ടാക്കി. കൂടെ വിട്ടത് ആരെയാന്നറിയോ? എന്റെ അമ്മമ്മേ. പാവമ്മമ്മ ഇപ്പൊ വെള്ളം കോരുന്നത് പോലും തുള്ളി കളിക്കണ്ട. അതാ ഞങ്ങൾ കുട്ടികൾക്ക് ഒന്നിനും നേരല്ല എന്ന് പറയുന്നേ. ഞങ്ങൾ കുട്ടികൾക്ക് ഒന്നിനും നേരല്ല എന്ന് മാത്രല്ല, ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ കുട്ടികൾക്ക് നേരമില്ലാത്തതിനെ കുറിച്ച് ഒരു കവിതയുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്നാ കേട്ടോ. നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ
നേരമില്ല തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂന്ന് പറിച്ചിടുവാൻ നാലുകാൽ നാട്ടിലൊരോലപ്പുര വെച്ചു കഞ്ഞി വെച്ചിടുവാൻ നേരമില്ല കഞ്ഞി വെച്ചിടുവാൻ നേരമില്ല. എങ്ങനെയുണ്ട് കവിത? സൂപ്പറല്ലേ? ഇതൊന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അമ്മയെ കൊണ്ട് കെഞ്ചി കെഞ്ചി സോപ്പിട്ട് ഇൻസ്റ്റാഗ്രാം അടുപ്പിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ റീൽസ് കൊണ്ട് വൈറലാവാന്ന. ആദ്യമൊക്കെ എന്റെ റീൽസ് ആണേലും ഇപ്പൊ അമ്മേന്റെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. ചാനൽ എടുത്തു നോക്കിയാ കുക്കിംഗ് കുക്കിംഗ് കുക്കിംഗ്. എന്റെ ഒറ്റ റീൽസ് പോലില്ല. പക്ഷെ ഒരു കാരണമുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ട് കുക്ക് ചെയ്യുന്നവരോട് ഗതികേടെ എന്ത് പറയാൻ. ഞാൻ പറഞ്ഞു കാട് കയറി പോവാല്ലേ. കാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്. ഞാൻ നിങ്ങളോട് മൂന്നുപേരോടും ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചേട്ടാ ചേട്ടനും ഉണ്ട്. ഇരുണ്ട കാട്ടിൽ കുരുട്ട് വന്നി. ഇരുണ്ട കാട്ടിൽ കുരുട്ട് പന്നി. ഇരുണ്ട കാട്ടിൽ കുരുട്ട് വന്നി. കുരുമുളക്. കുരുമുളക്. പേനാണോ? മണിക്കൂട്ടരങ്ങൾ ഒരു പോയിന്റ്. ഇനി വേറൊരു ചോദ്യം ഉണ്ട്. എന്നെ കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ അന്ന് വന്നതിനേക്കാൾ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു പല്ലൂടെ പോയിട്ടുണ്ട്. അതും അതെന്റെ ഒരു പല്ലും കൂടെ പോയിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ആ പല്ലും കൊണ്ട് ഞാൻ വരാം. അമ്മ റീൽസ് കൊണ്ട് പോന്നു. ഞാൻ എന്തേലും ആവണ്ടേ, അതിനു വേണ്ടിയാ ഞാൻ ഇവിടെ വന്നേ. നിങ്ങൾ പറഞ്ഞേ ഞാൻ സ്റ്റാർ അല്ലേ? ഇത് ഞാൻ പാട്ടും കവിതയും എല്ലാം വീണ്ടും വരാം. ബൈ. അടിപൊളി. സ്റ്റാർ അടിപൊളി.